ഒരു ഞായറാഴ്ച ഞാൻ എൻ്റെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു 11 മണി. അപ്പം ഡൽഹി പോലീസിൻ്റെ ഒരു ഡോഗ് സ്ക്വാഡ് ഉണ്ട്. അത് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. അവൻ ഒരു വേറെ ടൈപ്പ്. ഞാൻ ഇങ്ങനെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഈ പട്ടിയുമായിട്ട് വന്നു. പോലീസ് പട്ടി. അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഡേ സംസാന്ന് വിളിച്ചു. ഞാൻ എന്താന്ന് ചോദിച്ചു. നിന്റെ മക്കൾ എന്താ ശ്രീലങ്കൻ ക്രിക്കറ്റിന് വേണ്ടി കളിക്കാനോടെന്ന് ചോദിച്ചു. വേറെ ജോലിമേല ഇല്ലടേ, ഈ വെയിലത്ത് റോഡിൽ ഞാൻ പിച്ചുണ്ടാക്കി. എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ താഴെ റോഡിൽ ഞാൻ സിമെൻ്റൊക്കെ ഇട്ട് പിച്ചാക്കി. ഒരു 11 മണിയായി. നല്ല വെയിലൊക്കെ ഉണ്ട് അവിടുത്തെ വെയിൽ. ഞാൻ അവനോട് സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു. അവൻ എന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ അവനോടേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നിൻ്റെ വീട്ടിൽ നിൻ്റെ അപ്പനും അമ്മയും കൂടെ ഇരുന്നാണോ ഉണ്ടാക്കണമെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ മക്കൾ ശ്രീലങ്കൻ ടീമിൽ കളിക്കാനാണോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടണമെന്ന് അവൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചവനോട് ചോദ്യം ചോദിച്ചില്ലെങ്കിലേ അവരൊക്കെ പിന്നെ വിളിക്കണം. അതെ, അവരോട് ഇങ്ങനെ പറഞ്ഞു, ഡേയ് ശ്രീലങ്കൻ ടീം നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയും അപ്പനും ഇരുന്നോട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. ഡേയ് വിട്ടോന്നു, ഏരിയ കൊണ്ടുവന്നു, ഇങ്ങനെ വിട്ടോന്നു, ഓടിക്കോന്നു. മനസ്സിലായില്ലേ? മെനഞ്ഞാന്ന് രാത്രി എൻ്റെ മകൻ ഈ കളി ഇത്രയും നാളാവും ഇന്ത്യ കളിച്ചു, അത് കളിച്ചു, IPL കളിച്ചു, മുണ്ടിൽ. മെനഞ്ഞാന്ന് രാത്രി ഞാനൊരു മെസ്സേജ് ഇട്ടു. ഇന്ത്യക്ക് വേണ്ടി എൻ്റെ മകൻ പല സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് T20. അന്നും ഞാൻ വേണ്ടിയിട്ടില്ല. ഈ ഒരു ഇന്നിങ്സ് മെനഞ്ഞാന്ന് എൻ്റെ മകൻ 1-ാം തീയതി കളിച്ചില്ലേ, 2-ാം തീയതി വൈകുന്നേരം ഞങ്ങൾക്കൊരു പോലീസ് ഗ്രൂപ്പുണ്ട്. ഞാൻ ഗ്രൂപ്പിനകത്ത് എൻ്റെ വോയിസ് മെസ്സേജ് വിട്ടുകൊടുത്തു. പപ്പു ബിഹാരി എന്നാണ് എൻ്റെ പേര്. ഞാൻ അവിടെ നോക്കടാന്ന് ചോദിച്ചു. ഡേയ് നീ അന്ന് ചോദിച്ച്, നിന്റെ ആ ചോദ്യമാണോ ഇന്ന് എനിക്ക് മറുപടി എന്ന് പറഞ്ഞു. നീ അന്നൊരു ചോദ്യം എൻ്റെ ചോദിച്ചു, ശ്രീലങ്കയ്ക്ക് വേണ്ടിയാണോ നിൻ്റെ മക്കൾ കളിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞു, ഇതാ കണ്ടോ എന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായടാ നിനക്ക് സാംസനെ മനസ്സിലായടാന്ന് ചോദിച്ചു. ഈ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള ഒരു ടൈപ്പ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ ഒരു വിടവാങ്ങൽ സംഭവിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞൊരു സീസണോട് കൂടി. ആ ഒരു വിടവാങ്ങലിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഉണ്ടായൊരു സാഹചര്യം എന്താണ് ശരിക്കും? വിടവാങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളൊക്കെ മെച്ചുവേർഡായി തുടങ്ങി. എവിടെ? രാജസ്ഥാൻ റോയൽസിൽ ചില കുട്ടികളൊക്കെ മെച്ചുവേർഡായി തുടങ്ങി. എല്ലാവർക്കും ക്യാപ്റ്റൻസി വേണമെന്ന് ചിന്തകളൊക്കെ അവർക്ക് ഉണ്ടാവും എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നു. അല്ലാതെ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല, ആരും നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അവർ ഐക്കൺ പ്ലെയർ ആയിരുന്നല്ലോ, ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സഞ്ജുവിനെ അവിടെ നിന്ന് ആരും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ സഞ്ജുവിന് തോന്നി മതി, നമുക്ക് ഇത്രയും നാൾ നമ്മളിവിടെ നിന്നല്ലോ, മതി. അവന് തോന്നി ഒരു ചേഞ്ച് വേണം എന്ന് അവന് തോന്നി. ആയതിനാൽ അവരെ തിരിച്ചയച്ചിട്ടല്ല അവൻ വന്നു. അവൻ്റെ സ്വന്തം തീരുമാനമാണ്, എനിക്കിനി രാജസ്ഥാൻ റോയൽസിൽ കളിച്ചത് മതി, ഇത്രയും നാൾ ഞാൻ അവരുടെ കൂടെ അവരവനെ എല്ലാമായി വെച്ചിരുന്നു. എനിക്കറിയാം IPL എല്ലാ കളിയും കാണാൻ പോകില്ല, ഏതെങ്കിലും 1-2 കളിയാണ് ഞാൻ പോകും. അന്ന് അവന് അവിടെ കിട്ടിയിരുന്ന ഒരു വാല്യൂ അവൻ്റെ ആ എല്ലാം ടോട്ടൽ മാനേജ്മെൻറ്റ്, അവന് കൊടുത്തിരുന്ന വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും അവനെ വിടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഒരാൾ പോലും അവരുടെ ആ മാനേജ്മെൻറ്റിലെ കോച്ചായിരുന്നാലും അവരുടെ എന്തൊക്കെയായിരുന്നാലും മെൻഡറായിരുന്നാലും ഇല്ല, സഞ്ജുവിനെ വിടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. ഒരു ചേഞ്ച് അവൻ ആഗ്രഹിച്ചു. കരിയറിലുണ്ടെന്ന ഒരു ചേഞ്ച് അവർ പേഴ്സണലി തീരുമാനിച്ച ഒരു കാര്യത്തിൽ അവിടെ നേരെ വന്നത് ഏറ്റവും കൊലകൊമ്പന്മാരായ CSKയിലേക്കാണ്. അത് ഫസ്റ്റിനെ സഞ്ജുവിനെ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെയുള്ള ആ ഒരു ഫാൻസിൻ്റെ ഒരു റെസ്പോൺസും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത് ധോണിക്ക് ശേഷം എന്നുള്ള ഒരാളിലേക്ക് തന്നെയാണ് അവർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. CSKയിലേക്ക് വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു പ്രതീക്ഷ. ധോണി ബായിക്ക് പകരക്കാരൻ ഒരിക്കലും ആവില്ല. ഞാൻ എപ്പോഴും പറയും, അയാൾ ഫീൽഡിലായിരുന്നാലും ഔട്ട് ഓഫ് ദ ഫീൽഡായിരുന്നാലും ഫീൽഡിനകത്തായിരുന്നാലും അയാൾക്ക് പകരക്കാരൻ ഒരിക്കലും സഞ്ജു ആവില്ല. സഞ്ജുവിൽ അവർ കുറച്ച് ക്വാളിറ്റി ഉണ്ട്, കുറച്ച് നല്ലൊരു ബാറ്റ്സ്മാനാണ്, ഒരു ടീമിൻ്റെ വിശ്വസിക്കാൻ പറ്റുന്നൊരു ബാറ്ററാണെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായതിനാൽ അവരവനെ അവിടെ കൊണ്ടുപോയി. അത് ധോണി ബായിയുടെ പകരക്കാരനാകാൻ പലരും പറയുന്നുണ്ട്, അത് ആകില്ല ഒരിക്കലും. ആ ഒരു പകരക്കാരനാകാൻ പറ്റുമോ? ധോണി അദ്ദേഹത്തിൻ്റെ പകരക്കാരനാകാൻ സഞ്ജുവിന് പറ്റുമോ? ഒരിക്കലും പറ്റില്ല.
ആ വ്യക്തിത്വങ്ങളെയൊന്നും ഇതിനോട് കൂട്ടിച്ചേർക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു 2 സീസൺ അല്ലെങ്കിൽ ഈ സീസൺ അടുത്ത സീസണോട് ധോണി ചിലപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് ചിലപ്പോൾ വിട വാങ്ങാൻ അല്ലെങ്കിൽ വിരമിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിന് ശേഷം സഞ്ജു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ്. CSKയുടെ ഒരു ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? ഞാനെപ്പോഴും ഒരു കളിപ്രേമി നമ്മൾ ചിലരുടെ തണലിൽ ജീവിക്കും, ചിലർ തണലിൽ കളിച്ചു വരും. നമ്മളൊരു ടീമിൽ ചെന്ന് ചേരുമ്പോൾ നമുക്ക് ഒരു സീനിയേഴ്സ് ഉണ്ടാവും. ആ സീനിയേഴ്സ് പക്ക സ്പോർട്സ്മാൻമാരാണെങ്കിൽ, ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ താങ്ങും, മക്കളെ പോലെ നമ്മളെ കരുതും, ഫീൽഡിലും കരുതും. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു എനർജി. എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ക്യാപ്റ്റൻ, എൻ്റെ കളി കാണാൻ വെളിയിലിരിക്കുന്ന എൻ്റെ കോച്ച്, അവരെന്നെ ഇറക്കി വിട്ട് 11 പേര്, ഞങ്ങൾ 10-30 പേരുണ്ട്. 11 പേരിൽ എന്നെ ഇറക്കി വിട്ട് എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എനിക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്, എനിക്ക് അവർക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി, ടീമിന് വേണ്ടി, എൻ്റെ കോച്ചിന് വേണ്ടി, എൻ്റെ ക്യാപ്റ്റന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഈ ആവേശമാണ് നമ്മളെ എവിടെയെങ്കിലും. അപ്പോൾ ആ ആവേശത്തിലാണ് നമ്മൾ പലതും മറക്കും, നമ്മൾ ഗെയിമിലോട്ട് വരും. തിരിച്ച് കളി കഴിഞ്ഞ് തിരിച്ച് പുറത്ത് വരുമ്പോൾ അവർ വന്ന് കെട്ടിപ്പിടിച്ചൊരു തട്ട് കെട്ടില്ലേ, അതാണ് സമ്മാനം. നമ്മുടെ സീനിയേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു അംഗീകാരമില്ലേ, കളിച്ച് വന്നടാ മോനെ നീ കളിച്ചടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഹഗ് തരില്ലേ, ആ തരുന്നത് പ്രതീക്ഷിക്കുന്ന നമ്മളാണ്. ആ കിട്ടുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ നമ്മുടെ സീനിയേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് കളിക്കാൻ ഞാനൊരിക്കലാവും. എന്നെ ഇപ്പം എൻ്റെ മകൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ, എൻ്റെ സീനിയർ ഇരിക്കട്ടെ, എക്സ്പീരിയൻസ് എനിക്ക് കിട്ടട്ടെ. കാര്യം എന്ത്, അദ്ദേഹം എത്ര കാലം കളിച്ചു പോകണോ, എനിക്ക് നാളെ എനിക്കും അത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത ആർക്കുണ്ടാവും? എൻ്റെ മകനുണ്ടാവും. അപ്പൊ ധോണിജി കളിക്കുമ്പോ അവൻ വിചാരിക്കും ഇത്ര വയസ്സായി ആ ചേട്ടൻ കളിക്കുന്നു, അപ്പൊ നാളെ എനിക്കും ആ ചേട്ടൻ്റെ അത്രയും പ്രായത്തിൽ കളിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ആർക്ക് വരണം? അതുകൊണ്ട് ആ സീനിയർ ഒന്നും നല്ല ഫോമിൽ ഒരു ലീഡറായിട്ട് നമ്മളോട് നിൽക്കാൻ ആഗ്രഹിക്കും. അദ്ദേഹം ഉണ്ടാവും, പക്ഷേ ഈ പറഞ്ഞല്ലേ ക്യാപ്റ്റൻ അദ്ദേഹം അല്ലല്ലോ ഇപ്പൊ ക്യാപ്റ്റൻ ഉള്ളത്. ആയിക്കോട്ടെ, ക്യാപ്റ്റൻ അദ്ദേഹം അല്ലെങ്കിലും പൃഥ്വിരാജാണ് ക്യാപ്റ്റനെങ്കിലും തല എവിടെ, ആരുടെ തല നമുക്കെല്ലാം അറിയാം. പൃഥ്വിരാജിന്റെ ഓരോ മൂവ്മെന്റും ഇവിടുന്ന് ഒരു ആംഗ്യം പോവും. ഏത് ധോണിജിയുടെ ഉള്ളിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ, ചെറിയൊരു ഇൻഫർമേഷൻ, ഒരു ഇഷാര, ഹിന്ദിയിൽ ഒരു ഇഷാര, അത് കിട്ടും, പൃഥ്വിരാജിന് കിട്ടും. ഇല്ലെന്ന് പറയാക്കോ? 100%. അദ്ദേഹം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ പൃഥ്വിരാജ് എന്ത് ചെയ്യും പറയും. അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റിൽ അദ്ദേഹത്തെ നോക്കും. ഞാൻ ചിന്തിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോ ധോണിജിയുടെ മുഖത്ത് വിളിക്കണോ വേണ്ടയോ പൃഥ്വിരാജ് ഒന്ന് നോക്കും, അവിടെ നിന്ന് പറയും ഒരു ആക്ഷൻ നമ്മൾ കാണൂല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ വരട്ടെ, നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ സെമി ഫൈനലാണ് സഞ്ജുവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ ഇത് തന്നെ. എൻ്റെ മകൻ ഇപ്പോൾ ഈ കളിയിൽ തിരിച്ചു വന്നു. ഈ ക്വാർട്ടർ ഫൈനൽ ഗെയിമിലും അവൻ എന്ത് ചെയ്യണമെന്ന് അവന് ഉത്തരവാദിത്വം വന്നു. അപ്പം ഈ ഉത്തരവാദിത്വം അവൻ അടുത്ത കളിയിലും നിറവേറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.